വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിൽ ഇരുന്ന് ബോറടിക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ 2 ആഴ്ച എറണാകുളത്ത് ചേച്ചിയും ചേട്ടനും താമസിക്കുന്ന വീട്ടിൽ പോയി കറങ്ങിയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് പെരുന്നാളിന്റെ അന്ന് രാവിലെ വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 4 മണിക്ക് എണീറ്റ് വന്നത് കൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടേ. പക്ഷെ കോഴിക്കോടൊക്കെ എത്താനായപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കാൻ വേണ്ടി പറ്റിയത്. കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു, പെരുന്നാളിന്റെ അന്നായതുകൊണ്ടേ. കോഴിക്കോട് ഭാഗത്ത് കൂടുതലും മുസ്ലിങ്ങളായതുകൊണ്ട് ഒറ്റ കട തുറന്നിട്ട് ചെറിയൊരു പെട്ടിക്കട കണ്ടു. അവിടെ കയറി 3 പേർക്കും ഒരു ഗ്ലാസ് ചായ മാത്രമേ കിട്ടിയുള്ളൂ. കഴിക്കാനൊന്നുമില്ല, പക്ഷെ എണ്ണപ്പലഹാരം ഉണ്ടെന്ന് പറഞ്ഞു. വെളുപ്പിനായതുകൊണ്ട് എണ്ണപ്പലഹാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിച്ച് ഞങ്ങൾ വീണ്ടും കോഴിക്കോടെ യാത്രയായി. പക്ഷെ കോഴിക്കോട് ഈ റോട്ടിൽ കൂടെ പോകാൻ നല്ല സുഖമാട്ടോ, വണ്ടി ഇങ്ങനെ ഒഴുകുമായിരുന്നു. ബാക്കി എല്ലാ റോഡും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നല്ല റോഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ഈ ഹൈവേ കൂടെ തന്നെ യാത്ര ചെയ്തു. നല്ല സൂപ്പർ വൈബായിരുന്നു. കൊച്ചു പുറകെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മയങ്ങുന്നുണ്ടായിരുന്നു. അന്നേരം ഹസ്ബൻഡ് വിളിച്ച് എണീപ്പിക്കും, അയ്യോ ഉറങ്ങരുതേ, നീ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുഖം ഇടയ്ക്ക് വണ്ടി നിർത്തി മുഖമൊക്കെ കഴുകി ഞങ്ങൾ അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോഴത്തേനും കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അവിടെ എത്തി. അവിടെ ഉത്സവമായതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. പിന്നെ ഏകദേശം 1 മണി 1:30 ആയി. 1 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എറണാകുളത്തോട്ട് എത്തിയപ്പോൾ. അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടു, ക്രൗൺ പ്ലാസ. കൊച്ചു പണ്ട് മോഡലിങ്ങിന് വന്ന സ്ഥലമാണ്. എങ്കിൽ പിന്നെ അതിന്റെ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പാലം കണ്ടില്ലേ, ഈ പാലത്തെ കൂടെ 1 മണിക്കൂർ 1 കിലോമീറ്ററോളം ഞാൻ ഈ പാലത്തിന്റെ നീളം ഉണ്ട് കേട്ടോ. ഇത്രയും ദൂരം നീളമുള്ള പാലത്തേക്കൂടെ ഞാൻ ആദ്യമായിട്ട് കയറും. അങ്ങനെ എറണാകുളത്തോട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഭംഗി, 2 സൈഡിലും കണിക്കൊന്നയൊക്കെ, വിഷു ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് കണിക്കൊന്നയൊക്കെ പൂത്തലഞ്ഞ് എന്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഉച്ചയായതുകൊണ്ട് ഭയങ്കര ചൂടും. എറണാകുളത്തോട്ട് കയറിയതും ഭയങ്കര ചൂടായിരുന്നു. AC ഒക്കെ ഫുള്ളായിരുന്നാലും വണ്ടിക്കകത്തോട്ട് നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഏകദേശം 1:30 2 മണിയായപ്പോഴാട്ടോ വീട്ടിൽ ചെന്നെത്തിയത്.